അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ വരട്ടിയതായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഒരു കയ്യിൽ നിറയെ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു കുക്കറിൽ നമ്മൾ നേരത്തെ അതിൽ കാണിച്ച ഇൻഗ്രീഡിയൻസ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങാക്കൊത്ത്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇതൊക്കെ നമ്മൾ വേവുള്ള ചിക്കനിലാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിലിട്ട് നമ്മളെല്ലാതും കൂടി ഒരു 6 വിസിലോളം അടുപ്പിച്ചിട്ടാ, പക്ഷേ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് അതുപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാത്രം നല്ലോണം ചൂടാവണം കേട്ടോ. ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി നിറയെ വേണം കേട്ടോ. ചെറിയ ഉള്ളി, ഇതിലതാണ് ടേസ്റ്റ്. ഞങ്ങളൊക്കെ തൊടിയിൽ കർമ്മം കൊടുക്കുക എന്ന് പറയും. ആ സമയത്ത് നാടൻ കോഴിയിൽ വെച്ചിട്ട് ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടെടുക്കുകയാണ്. നന്നായി മൂത്ത് ബ്രൗൺ കളറായി വരണം. അതിന് ശേഷം നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ മുളക് പൊടി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. സാധാരണ അതിൽ മുളക് പൊടി ഇടില്ല, ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുളക് പൊടി പാത്രം തരിയാണ് കേട്ടോ, അതാണ് ഇത്ര സമയം വരുന്നത്. അപ്പോൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് തന്നെ നേരിട്ട് എടുക്കുക. നമുക്ക് ഫ്രൈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയ കാരണം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നേരാക്കേണ്ടതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് പണി കഴിയും. ബ്രോയിലർ ചിക്കനിലും ചെയ്യാം, പക്ഷേ ഈ ചിക്കനാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്